മനസ്സിലായോ? അതാണ് അതിന് കാരണം. ഇനി അടുത്തത് ശുക്രൻ. ശുക്രൻ എന്ന് പറയുന്നത് ശുഭഗ്രഹമാണ്. അതിന് ദാമ്പത്യകാരകൻ എന്നാണ് പറയുന്നത് പൊതുവെ. ഇപ്പോൾ ഏത് ഗ്രഹനിലയിലാണെങ്കിലും ശുക്രൻ്റെ സ്ഥിതി കൊണ്ട്, ശുക്രൻ ഗ്രഹനിലയിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നോക്കി അവർക്കുണ്ടാകുന്ന ദാമ്പത്യം എത്ര ശുഭകരമായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ശുക്രനെ കൊണ്ട്, ശുക്രൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ശുക്രൻ നല്ല രീതിയിലാണെങ്കിൽ പൊതുവെ നല്ല ദാമ്പത്യം ആയിരിക്കും ആ ജാതകൻ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് അടുത്ത് എഴുതിക്കുന്നുണ്ട് ഭാര്യ എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? പുരുഷ ജാതകത്തിൽ ഭാര്യയെ പറ്റിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ടായിരിക്കും. അപ്പോൾ ശുക്രൻ്റെ നിപ്പ്, സ്ഥിതി, അങ്ങനെ അവസ്ഥ എന്നിവയെ കൊണ്ട് ഈ ജാതകൻ്റെ വിവാഹശേഷം ഭാര്യ എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രഹനിലയിലേക്ക് പോയില്ല, ഒന്ന് പോയിട്ട് വരാം. ചൊവ്വ, കുജൻ മുതൽ നമ്മൾ നോക്കിയില്ല ഇവിടെ. അപ്പോൾ ഈ ഗ്രഹനിലയിൽ നോക്കിക്കേ, കുജൻ ഇവിടാണ് നിൽക്കുന്നത്. ഇതാണ് ലഗ്നം എന്ന് പറയുന്നത്. എല്ലാ ഗ്രഹനിലയിലും ലഗ്നമാണ് അതിൻ്റെ തുടക്കമായിട്ടെടുക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ നിന്ന് എത്രയാണ്? എട്ടാമത്തെ രാശിയിലാണ് കുജൻ നിൽക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് അതിൻ്റെ പല ഫലങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. അത് കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. കുജൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും കുജന് എന്തൊക്കെയാണ് അതിൻ്റെ എന്തൊക്കെ ഫലങ്ങൾ, എത്രമാത്രം ഫലങ്ങൾ നമുക്ക് തരാൻ പറ്റും, എത്രമാത്രം ദോഷഫലങ്ങൾ തരാൻ പറ്റും, എത്രമാത്രം ഗുണഫലങ്ങൾ നമുക്ക് തരാൻ പറ്റും, ഇത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ബുധൻ. ഇവിടെ നമുക്ക് ബുധനും ഇവിടെ തന്നെ 8-ലാണ്, ലഗ്നത്തിൽ നിന്ന് 8-ലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ബുധൻ ആ ഭാഗത്ത് അവിടെ നിൽക്കുമ്പോൾ ഇതേതാണ് രാശി? മിഥുനം രാശിയാണ് അല്ലേ? മിഥുനത്തിൽ ബുധൻ നിൽക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഫലങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ. പിന്നെ അടുത്തത് വ്യാഴം. അതിന് ഗുരു എന്നാണ് എഴുതുന്നത്. ഇവിടെ ലഗ്നം 1, 2, 3-ലാണ് വ്യാഴം നിൽക്കുന്നത്. മകരം രാശിയിലാണ് ഗുരു നിൽക്കുന്നത്. അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹനില എടുത്ത് നമ്മൾ നോക്കണം. സ്വന്തം ഗ്രഹനിലയാണെങ്കിലും എടുത്ത് നോക്കുക വ്യാഴം എവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് ശുക്രൻ. ശുക്രൻ ഇവിടെയാണ് നിൽക്കുന്നത്. ലഗ്നം ഇവിടെ. ലഗ്നത്തിൽ നിന്ന് 6-ലാണ് ശുക്രൻ നിൽക്കുന്നത്. ഇത് മേടം രാശിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാകും. ഒരു ഉദാഹരണത്തിന് എടുത്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി തിരിച്ച് നമുക്ക് നമ്മളിതിലേക്ക് പോകാം. അടുത്തത് ശനിയാണ്. ശനി ഒരു പാപഗ്രഹമാണ്. നമ്മൾ ശനിയെപ്പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ശനിദശ, ഏഴരശനി, കണ്ടകശനി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് റെഫർ ചെയ്ത് പോകാം. അതുകൊണ്ട് ആ ശനി ആ കാലഘട്ടങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ ഒന്ന് ഇതിന് ശേഷം നമുക്ക് പഠിക്കാം ശനിയെപ്പറ്റി.
അപ്പോൾ ഇവിടെ ശനിയുടെ കാരകത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആയുസ് കാരകൻ ഉണ്ടോ. ആയുസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും ആയുസ്സില്ലെങ്കിൽ, ആയുസ്സിന് പ്രശ്നമുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ടാണ് ശനിക്കുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. അതുപോലെ തന്നെ വേറെ നോക്കിയേ, രോഗകാരകൻ. രോഗങ്ങളുണ്ടാവും, രോഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത തരുന്ന ഒരു ഗ്രഹവുമാണ് ഈ ശനി എന്ന് പറയുന്നത്. അപ്പോൾ ശനി നല്ല രീതിയിലല്ല നിൽക്കുന്നതെങ്കിൽ അത് ദോഷം ചെയ്യും. അതുപോലെ തന്നെ ശനിയുടെ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഈ കർമ്മകാരകൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ബുധൻ വിദ്യാഭ്യാസമൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണെങ്കിലും നമുക്ക് തൊഴിൽ ലഭിക്കണമെങ്കിൽ ശനി ഗുണം ചെയ്യണം. ശനി അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമുക്ക് നല്ല ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാം. ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോകുന്ന ജോലി മാത്രമല്ല, കർമ്മകാരകൻ എന്ന് പറയുമ്പോൾ, കർമ്മം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലൊരു കർമ്മമാണ്. മനസ്സിലായി? നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ആ ചുറുചുറുക്കും ഉന്മേഷവും കാര്യങ്ങളും എല്ലാം ആരാണ് തരുന്നത്? ശനിയാണ് തരുന്നത്. അപ്പോൾ നമ്മളെ ഒരു ജീവൻ ഉള്ള ആളാക്കി മാറ്റുന്ന ഒരു ഘടകമാണ് ശനി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലായി, ഇപ്പം തന്നെ മനസ്സിലായില്ലേ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ശനിയാണ് തരുന്നത്. അപ്പോൾ ഗ്രഹനിലയിൽ ശനിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ. അപ്പോൾ ശനി ഗ്രഹനിലയിൽ നല്ല രീതിയിൽ ആയിരിക്കണം. ശനിക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്. എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. പക്ഷേ അത് ചെയ്യുന്ന ജോലി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കണ്ണിനാണ് ഇമ്പോർട്ടൻസ്, ചെവിക്കാണ് ഇമ്പോർട്ടൻസ്? അത് ആൻസർ പറയാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷേ ഇത് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? അത് തന്നെ ആയുസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. രോഗം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ കർമ്മം ചെയ്യാൻ പറ്റണം. ഇതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ശനിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഗ്രഹനിലയിൽ. അപ്പം അതുകൊണ്ടാണ് പൊതുവെ നമുക്ക് ശനിക്ക് വേണ്ടി, ശനിയുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശനിയുടെ ഫേവറബിളായിട്ട് നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ശനിദശ ഇല്ലാത്ത സമയത്താണ് ഏഴര ശനി വരുന്നത്. കണ്ടകശനി ശനി ദശയിലല്ല കണ്ടകശനി വരുന്നത്. മനസ്സിലായോ? അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏഴര ശനി കണ്ടകശനി എന്താണ്. ശനിദശയും വരും. അപ്പോൾ ശനി നല്ല ഫേവറായിട്ടുള്ള സ്ഥലത്താണ് ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ ശനി നല്ല രീതിയിലായിരിക്കും. അത് ഓരോ നമ്മൾ 12 രാശികളെ പറ്റി പഠിച്ചല്ലോ. ഇത് ഏതൊക്കെയാണ് നല്ല സ്ഥലം, ഏതൊക്കെയാണ് മോശ സ്ഥലം, ഏതൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് സ്ഥലങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ ഗ്രഹനിലയിൽ ശനി നല്ല സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ഓക്കെ, ആയുസ്സും രോഗമൊന്നും അധികം ഉണ്ടാകത്തില്ല. ജോലി കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ബലമുണ്ട്. അതേസമയം ശനി നിൽക്കുന്നത് മോശ സ്ഥലത്താണെന്ന് വെച്ചു, ഇപ്പോൾ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്താണെങ്കിൽ എപ്പോഴും അതും അത് രോഗങ്ങളൊക്കെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ശനി പൊതുവെ നമുക്ക് ഫേവറബിൾ ആകണമെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസവും കാര്യങ്ങളും, അല്ലെങ്കിൽ ദാമ്പത്യം, അല്ലെങ്കിൽ സഹോദരന്മാർ, ഭൂമി, പിതൃകാരകൻ, മാതൃകാരകൻ, അതൊക്കെ ഇതിൻ്റെ ഘടകങ്ങളാണ്. എങ്കിലും ശനിയുടെ ഇത്രയും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൂടെ ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇത് ഗ്രഹനിലയിൽ ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ജാതകം നോക്കുമ്പോൾ പറയാം. 1-2 വയസ്സാകുമ്പോൾ നമ്മൾ ജാതകം നോക്കും. എനിക്ക് തോന്നുന്നു സാധാരണ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, കുട്ടിക്ക് 1 വയസ്സാകുമ്പോഴാണ് ഈ ജ്യോതിഷി വീട്ടിൽ വന്ന് ജാതകം വായിച്ച് കേൾപ്പിക്കുന്ന ഒരു രീതിയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ ആ സമയത്ത് അറിയാൻ പറ്റും എന്തൊക്കെയാണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ആ ജ്യോതിഷി പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കാലഘട്ടത്തിൽ പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ചെയ്ത്
ജീവിതചര്യയായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ തന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പൊതുവെ ശനി എന്ന് പറയുന്നത്, ശനീശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ശാസ്താവിനെയാണ് പറയുന്നത്. എങ്കിലും ആയുസിൻ്റെ പല മറ്റു കാര്യങ്ങളാണ് പറയുന്നത് മഹാദേവനെയാണ് കൂടുതൽ അഭയം പ്രാപിക്കുന്നത്. അപ്പോൾ ശനിപരമായ മോശമായിട്ടുള്ള ജാതകമൊക്കെ ആണെങ്കിൽ ചെറുപ്പം മുതലേ ആ ജാതകത്തിന് ശാസ്താവിൻ്റെ ഭക്തി അല്ലെങ്കിൽ ശിവഭക്തി അല്ലെങ്കിൽ പ്രദോഷം നോക്കുന്ന രീതി, പിന്നെ പഞ്ചാക്ഷരി ജപിക്കുന്ന ഒരു സ്വഭാവം, അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ഗ്രഹനിലയുടെ വീക്ക്നെസ് മറികടക്കുന്ന രീതിയിലുള്ള ഒരു ഭക്തിയും കൂടെ നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഗ്രഹനില നോക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ശനിദശ വരാൻ പോവാണ് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഒരു 5-6 വർഷം മുമ്പെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പോട് കൂടി പോയെങ്കിൽ മാത്രമേ അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഓർക്കുന്നു, അപ്പോൾ കോട്ടയത്ത് പോകുമ്പോൾ, കോട്ടയത്തിന് ബസ്സിൽ പോകുമ്പോൾ ഓർക്കുന്നുണ്ടോ, പള്ളത്തുംകുളം കയറ്റം എന്ന് പറയുന്നത് ഇച്ചിരി ഒരു വലിയ കയറ്റമായിരുന്നു അന്നത്തെ കാലത്ത് അല്ലേ. അപ്പോൾ താഴേന്ന് തന്നെ ബസ് എന്ത് ചെയ്യും, ഡ്രൈവർ ഗിയറൊക്കെ ഒന്ന് നന്നായിട്ട് ഇട്ട് നല്ല ഇരപ്പിച്ചൊക്കെ ഏറ്റവും ചവിട്ടിന്ന് തന്നെ കയറിപ്പോവും. ഓർക്കുന്നില്ലേ? നമ്മൾ കോട്ടയത്തിന് പോകുമ്പോൾ കണ്ടിട്ടില്ലേ അങ്ങനെ? അപ്പം അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് തൊട്ടടുത്ത ഒരു 5-6 വർഷം മുമ്പ് തന്നെ നമ്മൾ ഈ ഗ്രഹനിലയിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഈ വരുന്ന ദശാകാലത്ത് ഏത് ഗ്രഹത്തിൻ്റെയാണ് ഇത് വരുന്നത്, അത് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് മനസ്സിലാക്കി അതിൻ്റെ രീതിയിലുള്ള പരിഹാരത്തിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ജപം, ഇങ്ങനെ വഴിപാടുകൾ അധികം കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ അത് മാത്രം പോരാ. ഒരു ഡെയിലി ബേസിസിൽ എപ്പോഴും ജപങ്ങൾ, വ്രതങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മുമ്പോട്ട് പോകുന്നാൽ നമുക്ക് നല്ലൊരു സ്റ്റഡി ആയിട്ട്, ഒത്തിരി അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലാതെ ഒരുമാതിരി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതി നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ജ്യോതിഷം നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്.